ഈ ഒരു ചിക്കൻ ഫ്രൈ വെച്ചിട്ട് പൊരിച്ച കോഴീൻ്റെ ബിരിയാണി ആട്ടാ ഇത്തവണ നമ്മൾ ഈസ്റ്ററിന് ചെയ്യാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ കല്യാണപ്പന്തൽ കയറുമ്പോൾ തന്നെ എൻ്റെ അമ്മ ഒരു അടിപൊളി മണം ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറില്ലേ. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് അതൊക്കെ എന്തുകൊണ്ടാന്ന്? നാട്ടിലെ ബിരിയാണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയാക്കുന്നത് ഗരം മസാല ആട്ടാ. നമ്മൾ കടകളിലെ ഗരം മസാല വാങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഇപ്പം തന്നെ ഞാൻ വറുത്ത് പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഹായ് മണം. സോറി നിങ്ങൾക്ക് മണം കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മണത്തിൻ്റെ കാര്യമാണ്. പണ്ട് ഞാൻ അമ്മ വീട്ടിലായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഷെഫിൻ്റെ നിന്നാണ് ശരിക്കും പറഞ്ഞത് എനിക്ക് 2-3 ടിപ്സ് കിട്ടിയത്. അത് ഞാൻ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ അമ്മ സംഭവം വർക്കാവുന്നുണ്ട്. ഇത് അമ്മ പൊട്ടിക്കുന്ന സമയത്ത് വീട് മുഴുവൻ ഒരു കിടുക്കാച്ചി മണമായിരുന്നു. എത്ര വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബിരിയാണി അതുപോലെ തന്നെ നമ്മുടെ നൊസ്റ്റാൾജിക് ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടാ. ഇതാണ് ഒരു മെയിൻ ഐറ്റം, റോസ് വാട്ടർ. നിങ്ങൾ റോസ് വാട്ടർ വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ഓർഗാനിക് ആയിരിക്കണം. മീൻസ് അതിൽ വേറെ സാധനങ്ങളൊന്നും പാടില്ല, ജസ്റ്റ് റോസ് വാട്ടർ മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. ഒരു വട്ടം മാത്രം എൻ്റെ ബിരിയാണിയുടെ വേവ് ഒന്ന് പാളിപ്പോയായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ട്രിക്കൊക്കെ പഠിച്ചില്ലേ, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ. അടുത്ത വട്ടം നിങ്ങൾ നാട്ടിലെ ബിരിയാണി കൊതിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ വേഗം സേവ് ചെയ്ത് വെച്ചോ.